ഇറാനിൽ ഇന്നലെ കണ്ണീർ മഴയായിരുന്നുവെങ്കിൽ അമേരിക്കയിൽ ഇന്നലെ വമ്പൻ ആഘോഷമായിരുന്നു. കടൽ തീരങ്ങളിൽ ആടി ഉല്ലസിച്ച് ആർപ്പുവിളികളോടെ പാടി ഡാൻസ് കളിച്ച് മദ്യപിച്ച് അങ്ങനെ ഉത്സാഹഭരിതമായിരുന്നു അമേരിക്കയിൽ. 250-ാം സ്വതന്ത്രദിനാഘോഷമാണ് അമേരിക്കയിൽ ഇന്നലെ കൊണ്ടാടിയത്. മറുവശത്ത് ഇറാനിൽ കൂട്ടക്കരച്ചിലും. ഇതിനിടയിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പരിഹാസവും വരികയാണ്. 4 ദശകത്തോളം ഇറാൻ ഭരിച്ച മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ടെഹ്റാനിലേക്ക് വൻ ജനപ്രവാഹം തന്നെയാണ് എത്തിയത്. കറുപ്പണിഞ്ഞ് ഇറാൻ പതാക പുതച്ചെത്തിയ പതിനായിരങ്ങൾ ഖമനേയിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് വിലപിച്ചു. എന്നാൽ വിലാപയാത്ര തുടരുന്നതിനിടെ പ്രകോപനപരമായ പ്രസ്താവനയുമായി US പ്രസിഡന്റ് ട്രംപ് രംഗത്തു വരികയാണ്. സംസ്കാര ചടങ്ങുകൾക്കായി ഒത്തുകൂടിയ ഇറാന്റെ അവശേഷിക്കുന്ന മുഴുവൻ ഭരണ നേതൃത്വത്തെയും ഇല്ലാതെയാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ വിവാദ പരാമർശം നടത്തിയത്. എന്നാൽ ചർച്ചകൾ നടത്താൻ ഇറാനിൽ പിന്നീട് ആരും അവശേഷിക്കില്ലെന്നതിനാൽ താൻ അതിന് മുതിരുന്നില്ലെന്നാണ് ട്രംപ് കൂട്ടിച്ചേർത്തത്. അവരെല്ലാം അവിടെയുണ്ട്, പക്ഷെ ഞങ്ങൾ അത് ചെയ്യില്ല. ഇറാൻ ഭരണകൂടം ഒന്നടങ്കം ഖമനേയിയുടെ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ടെന്നും അവരെ ഒന്നിച്ച് ലക്ഷ്യമിടുന്നത് എളുപ്പമാണെന്നുമാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അവരെല്ലാം അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഒറ്റവെടി നമുക്ക് അവരെ എല്ലാം അവിടെ നിന്ന് പുറത്താക്കാം, പക്ഷെ ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ ചെയ്താൽ പിന്നീട് ഞങ്ങൾക്ക് ചർച്ചകൾ നടത്താൻ ആരും ഉണ്ടാകില്ല. അവർ ഇപ്പോൾ ഒരു കരാറിലെത്താൻ വേണ്ടി യാചിക്കുകയാണ്, ട്രംപ് പറഞ്ഞു. ഖമനേയിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ചർച്ചകളിൽ നിന്ന് ഒരാഴ്ചത്തെ അവധിയെടുക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുണ്ടെന്നും ഈ കാലയളവിൽ പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. വിലാപ സമുദ്രമായി ടെഹ്റാൻ. വെള്ളിയാഴ്ച ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ലയുടെ അകത്തളത്തിൽ ഇന്ത്യ അടക്കം വിവിധ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളും രാഷ്ട്ര നേതാക്കന്മാരും ഖമനേയിക്ക് ആദരം അർപ്പിച്ചു. ജനങ്ങൾക്കായി ഇന്നലെയാണ് ദർശനം ആരംഭിച്ചത്. ഇതിനായി ഖമനേയിയുടെ 4 കുടുംബാംഗങ്ങളുടെയും ഭൗതിക ശരീരം അടങ്ങിയ ഈ സ്ഫടിക പേടകങ്ങൾ പള്ളിക്ക് പുറത്തെ തുറന്ന വേദിയിലേക്ക് മാറ്റി. രക്തസാക്ഷികൾക്കായി ഷിയ ആചാരപ്രകാരമുള്ള വിലാപങ്ങളോടെയാണ് നട്ടുച്ച വേലിലും സ്ത്രീകളടക്കം ജനക്കൂട്ടം ടെഹ്റാനിലെ വലിയ പള്ളിയുടെ വിശാലമായ വളപ്പിലെത്തിയത്. ഈ പള്ളിമുറ്റത്താണ് വർഷം തോറും ഖമനേയിയുടെ മുഹറം പ്രഭാഷണം നടത്തിയിരുന്നത്. ഷിയ സമൂഹത്തിന്റെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖമനേയി. ഫെബ്രുവരി 28-ന് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമനേയിയുടെ 14 മാസം പ്രായമുള്ള പേരക്കുട്ടി സഹറ അടക്കം 4 കുടുംബാംഗങ്ങളും മൃതദേഹങ്ങളും പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. യുദ്ധകാലത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് ഖബറടക്കം നീണ്ടുപോയത്. ഇന്ന് വൈകിട്ട് വരെ ടെഹ്റാനിലെ പൊതുദർശനം തുടർന്നു. നാളെ ടെഹ്റാനിൽ നിന്ന് വിലാപയാത്രയോടെ ഷിയ മതപഠന കേന്ദ്രമായ ഖൂമിലേക്ക് കൊണ്ടുപോകും. ബുധനാഴ്ച ഷിയ പുണ്യസ്ഥലങ്ങളായ ഇറാഖിലെ നജിഫയിലും കർബലയിലും എത്തിക്കും. വ്യാഴാഴ്ച ഖമനേയിയുടെ ജന്മദേശമായ മഷ്ഹദിലാണ് ഖബറടക്കം. ഇറാനിൽ നേതാക്കളെ പരിഹസിച്ച ട്രംപ് ദശലക്ഷക്കണക്കിന് ഇറാനികളാണ് അന്തരിച്ച നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തെരുവുകളിൽ തടിച്ചുകൂടിയത്. ശനിയാഴ്ച നടന്ന വിടവാങ്ങൽ ചടങ്ങുകൾക്കിടയിൽ ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഗാലിബാഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയും വികാരധീരനായി കരയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ജനങ്ങൾ ഖമനേയിയെ വെറുക്കുകയാണെന്നാണ് താൻ കരുതിയതെന്നും വിലാപയാത്രയിലെ ഈ കണ്ണുനീർ കണ്ട് താൻ അത്ഭുതപ്പെടുകയാണെന്നും ട്രംപ് പറഞ്ഞു. കൂടാതെ സംസ്കാര ചടങ്ങുകൾക്കായി US ഇറാൻ ഒരാഴ്ചത്തെ അവധി നൽകിയിരിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഞങ്ങൾ വെനസ്വേലയിലെ ഒരൊറ്റ ദിവസം കൊണ്ട് തോൽപ്പിച്ചു. ഇറാനെയും ഞങ്ങൾ തോൽപ്പിച്ചു. അവർ ഇപ്പോൾ ഒത്തുതീർപ്പിന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ നല്ലവരായതുകൊണ്ടാണ് സംസ്കാര ചടങ്ങുകൾക്കായി അവർക്ക് ഒരാഴ്ചത്തെ സമയം അനുവദിച്ചതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുസ്തഫ ഖമനേയി പങ്കെടുക്കില്ല. കനത്ത സുരക്ഷാ ഭീഷണിയെ തുടർന്നാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവും അലി ഖമനേയിയുടെ മകനുമായ മുസ്തഫ ഖമനേയി പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇന്ത്യയിലെ ഇറാന്റെ ഔദ്യോഗിക പ്രതിനിധിയെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ ANI ആണ് ഇക്കാര്യം പറഞ്ഞത്. അയത്തുള്ള ഹക്കീം ഇലാഹിയുടെ പ്രസ്താവന പ്രകാരം ഇസ്രയേലിൽ നിന്നുള്ള നേരിട്ടുള്ള വധഭീഷണികളും കടുത്ത നിരീക്ഷണ സംവിധാനങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്തഫ ഖമനേയി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് അതീവ അപകടകരമാണെന്നാണ് സുരക്ഷാ ഏജൻസികൾ വിലയിരുത്തിയിട്ടുള്ളത്. പിതാവിന്റെ വിലാപയാത്രയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിലും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കാൻ പുതിയ നേതൃത്വം നിർബന്ധിതനാവുകയായിരുന്നു. അതേസമയം ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ അമേരിക്ക തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളോടുകൂടിയാണ് കൊണ്ടാടുന്നത്. 1776 ജൂലൈ 4-ന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായ ഈ സുപ്രധാന നാഴികക്കല്ല്
സെമിക്വൻസെന്റീനിയൽ എന്നാണ് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. രാജ്യത്ത് 50 സംസ്ഥാനങ്ങളിലും വൻ വിപുലമായ പരിപാടികൾ തന്നെയാണ് അരങ്ങേറിയത്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ മാളിൽ 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ടാണ് ഒരുങ്ങിയത്. ഏകദേശം 8,60,000-ലധികം പേരാണ് ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയത്. ഇതിനോടൊപ്പം തന്നെ മിലിറ്ററി ബാൻഡുകളും അകമ്പടിയോടുകൂടിയാണ് ലൈവ് മ്യൂസിക് സംഘടിപ്പിച്ചത്. ഇതിനോടൊപ്പം US ക്യാപിറ്റോൾ മുതൽ വാഷിംഗ്ടൺ മോണ്യുമെന്റ് വരെ നീളുന്ന നാഷണൽ മാളിൽ 16 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഭീമാകാരമായ ദി റിംഗ് ഓഫ് ഫയർ അമേരിക്കൻ സ്റ്റേറ്റ് ഫെയർ രേഖയും തകർത്തെറിഞ്ഞു. അമേരിക്കയിലെ 56 സംസ്ഥാനങ്ങളുടെയും ടെറിട്ടറികളുടെയും സംസ്കാരവും ഭക്ഷണവും പാരമ്പര്യവും വിളിച്ചോതുന്നതായിരുന്നു ഈ പ്രദർശനം. സാധാരണയായി ന്യൂയോർക്ക് നഗരത്തിൽ മാത്രം നടക്കാറുള്ള മേസീസ് പരേഡിന് സമാനമായി ന്യൂയോർക്കിലെ ഈ ബ്രോഡ്വേയിലായിരുന്നു ചരിത്രത്തിൽ ആദ്യമായ ഒരു കോണ്ടിനെന്റൽ പരേഡ് അമേരിക്കൻ ഡയമണ്ട് എന്ന പേരിൽ അരങ്ങേറിയത്. അമേരിക്കയിലെ 8 വ്യത്യസ്ത ഗ്രാമീണ മേഖലകളെ അടയാളപ്പെടുത്തുന്നതിനായി അമേരിക്കൻ നാടോടി സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു പരേഡ്. ഇതിനു പുറമെ മറ്റൊരു കായിക ചരിത്രവും പിറന്നു. ഫിലാഡൽഫിയ സിറ്റി കൗൺസിലിന്റെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്റർ നിർമ്മിച്ച ചരിത്രത്തിൽ ആദ്യമായ ഒരു പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരവും സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആരാധകർ പങ്കെടുത്ത UFC 250 മത്സരത്തിൽ ജസ്റ്റിൻ കേപ്ജെ ഇലിയ കോപുരിയെ പരാജയപ്പെടുത്തി ലെറ്റ്വിംഗ് കിരീടം സ്വന്തമാക്കി. ഭാവി തലമുറയ്ക്കായി ഒരു അത്ഭുതം കാത്തുവെച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ ജന്മനാടായ ഫിലാഡൽഫിയയിലെ ഇൻഡിപെൻഡൻസ് മാളിൽ ഒരു നാഷണൽ ടൈം ക്യാപ്സ്യൂൾ മണ്ണിൽ നിക്ഷേപിച്ചത്. അമേരിക്കയുടെ 500ാമത് ജന്മദിനമായ 2276 ജൂലൈ 4 മാത്രമേ ഇതിനി പുറത്തെടുത്ത് തുറക്കുകയുള്ളൂ. ഇതിനിടെ ടെക്സാസിലെ നോർത്ത് റിച്ചാലാൻഡ് ഹിൽസിൽ 2500 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ ആകാശ വിസ്മയത്തിൽ അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ദേശീയ പക്ഷിയായ ബാൽഡ് ഈഗിൾ, റോക്കറ്റ് എന്നിവയുടെ കൂറ്റൻ ചിത്രങ്ങൾ ഡിജിറ്റലായി പുനഃസൃഷ്ടിച്ചത് ജനങ്ങളെ വിസ്മയിപ്പിച്ചിരുന്നു. എന്തായാലും ഒരിടത്ത് കരച്ചിലാണെങ്കിൽ മറുഭാഗത്ത് ചിരിയും വിസ്മയവും ചരിത്രപരമായ നിമിഷങ്ങളും ഒക്കെ നടക്കുകയാണ്. എന്തായാലും ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഒറ്റ വിരൽ അമർത്തിയാൽ മതി എല്ലാത്തിനെയും തീർക്കാൻ ഞങ്ങൾക്കറിയാം, പക്ഷേ അവരുടെ ദുഃഖം അത് അങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു ഭീഷണി നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.